ഡേറ്റാബേസ് ഉപയോഗിച്ച് ചെയ്യുവാനുള്ളൊരു ചോദ്യമാണ്. ഒരു സ്കൂളിലുള്ള വിവിധ ക്ലബ്ബുകളിലെ അംഗങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ സ്റ്റുഡന്റ് ലിസ്റ്റ് എന്ന ഡേറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ലിറ്റിൽ കൈറ്റ്സിൽ അംഗങ്ങളായ കുട്ടികളെ മാത്രം വേർതിരിച്ച് പട്ടികയാക്കണം. ഇതിനായി താഴെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള സ്റ്റുഡൻസ് ലിസ്റ്റ് .odb എന്ന ഫയൽ ലിബർ ഓഫീസ് ബേസിൽ തുറക്കുകയാണ്. അത് തുറക്കുന്നു. അതിനുവേണ്ടി ആദ്യം ഹോം തുറക്കുന്നു. പ്ലേസസ്, ഹോം ഫോൾഡർ, അതിലെ എക്സാം ഡോക്യുമെന്റ്സിലാണ് ഫയൽ ഉള്ളത്. എക്സാം ഡോക്യുമെന്റ്സ് തുറക്കുന്നു. ഇതിൽ സ്റ്റുഡൻസ് ലിസ്റ്റ് .odb എന്നതാണ് ഫയൽ. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ചോദ്യം പരിശോധിക്കാം. രണ്ടാമതായി ഈ ഫയൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി ഹോമിലെ എക്സാം 10ൽ സേവ് ചെയ്യേണ്ടതുണ്ട്. അത് സേവാസ് സങ്കേതം ഉപയോഗിച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. പരീക്ഷയിൽ സേവാസ് സങ്കേതം ഉപയോഗിച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അങ്ങനെ സേവ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവാസ് സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുന്നു. സേവാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ. ഇനി ഇവിടെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എക്സാം ഡോക്യുമെന്റ്സ് ആണ്. നമുക്ക് വേണ്ടത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറാണ്. എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം 10 വന്നു കഴിഞ്ഞു. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രവർത്തനവും ചെയ്തു കഴിഞ്ഞു. മൂന്നാമത്തെ പ്രവർത്തനം ലിറ്റിൽ കൈറ്റ്സിൽ അംഗങ്ങളായ കുട്ടികളുടെ മാത്രം വിവരങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ഒരു ക്വറി തയ്യാറാക്കലാണ്. അത് ചെയ്തു നോക്കാം. ക്വറി തയ്യാറാക്കണമെങ്കിൽ ആദ്യം ഇവിടെ ഡേറ്റാബേസ് പാനലിൽ നിന്നും ക്വറീസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ക്വറീസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. യൂസ് വിസ ടു ക്രിയേറ്റ് ക്വറി എന്നത് സെലക്ട് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. യൂസ് വിസ ടു ക്രിയേറ്റ് ക്വറി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നിന്നും ആവശ്യമായ ഫീൽഡുകളെ വലതുഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാ ഫീൽഡുകളെയും കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കാണുന്ന ഡബിൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാ ഫീൽഡുകളും വന്നു കഴിഞ്ഞു. നമുക്ക് വേണ്ട ഫീൽഡുകൾ മാത്രമാണ് ഇവിടെ നിലനിർത്തേണ്ടത്. ആവശ്യമായ ഫീൽഡുകൾ പരിശോധിക്കാം. അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ക്ലബ്ബ്. ഇതിൽ ഗ്രൂപ്പ് എന്നത് ആവശ്യമില്ല. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുന്നു. ലാംഗ്വേജ് ആവശ്യമില്ല. അതും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുന്നു. ഇനി ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോർട്ട് ബൈ എന്നുള്ളതിൽ നെയിം, സ്റ്റുഡൻസ് ലിസ്റ്റ് നെയിം എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആവശ്യമെങ്കിൽ ഇവിടെയുള്ള ഫീൽഡുകളിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ലെങ്കിൽ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫീൽഡ്സ് എന്നത് ശ്രദ്ധിക്കുക. അതിൽ ക്ലബ്ബ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കാരണം ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബിൽ അംഗങ്ങളായവരുടെ പട്ടികയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ലൈക്ക് എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ വാല്യൂ എന്നതിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ലിറ്റിൽ കൈറ്റ്സ് എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്നതിൽ ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റുഡൻസ് ലിസ്റ്റ് _ ലിറ്റിൽ കൈറ്റ്സ് എന്ന് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ തയ്യാറാക്കിയ ക്വറി ഇവിടെ വന്നു കഴിഞ്ഞു. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ലിറ്റിൽ കൈറ്റ്സിൽ അംഗങ്ങളായ കുട്ടികളുടെ വിവരങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. കുട്ടികളുടെ പേര് നമ്മൾ നിർദ്ദേശിച്ചതുപോലെ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്ത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. തൽക്കാലം ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് റിപ്പോർട്ടാണ് നിർമ്മിക്കേണ്ടത്. അതിനിവിടെ പാനലിൽ നിന്നും റിപ്പോർട്ട് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. യൂസ് വിസ ടു ക്രിയേറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലെ എല്ലാ ഫീൽഡുകളും നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് എല്ലാ ഫീൽഡുകളെയും വലതുഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഫീൽഡ് ഇൻ റിപ്പോർട്ട് എന്നതിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ തയ്യാറാക്കിയ ക്വറി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ക്വറി തന്നെയാണ് സെലക്ഷനായി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഈ ഫീൽഡുകളെല്ലാം നമുക്ക് ആവശ്യമായതുകൊണ്ട് അതെല്ലാം റിപ്പോർട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ ഡബിൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ ഫീൽഡുകളും വന്നു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോർട്ട് ഓപ്ഷനിൽ നെയിം എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മാറ്റം വരുത്തുന്നില്ല. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പേരിൽ റിപ്പോർട്ട് എന്നത് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ റിപ്പോർട്ടിൽ പല വിവരങ്ങളും ആവർത്തിച്ച് വരുന്നുണ്ട്. അത് ഒഴിവാക്കുവാൻ വേണ്ടി തൽക്കാലം ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ നിർമ്മിച്ച റിപ്പോർട്ട് ഇതാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ക്ലബ്ബ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീൽഡുകളെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഹെഡർ എന്നതിന് നേരെയാണ്. നമുക്ക് വേണ്ടത് പേജ് ഹെഡറാണ്. പേജ് ഹെഡറിന് നേരെ ഇതിനെ വലിച്ചു കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ ഫീൽഡുകളെല്ലാം പേജ് ഹെഡറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യുക കൂടി വേണം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ റിപ്പോർട്ട് സേവ് ചെയ്ത് കഴിഞ്ഞു. ഈ വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്തു.
ഇനി റിപ്പോർട്ട് കാണുവാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ മാറ്റം വരുത്തിയതിനനുസരിച്ച് റിപ്പോർട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. കാരണം നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുത്ത് ആദ്യം ഒരു വട്ടം സേവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു.